ഹലോ എവ്രിവൺ. ഇന്നത്തെ തോട്ട്സ് ഓഫ് മൈ വീഡിയോയിലെ ക്രഞ്ചി ആയിട്ടും ക്രിസ്പി ആയിട്ടും വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടാലോ? അതിനു വേണ്ടിയിട്ട് ആദ്യം ഉണക്കമീൻ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ഉണക്കമീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നങ്കുമീനിന്റെ ഉണക്കമീനാണ്. മീനുകളെല്ലാം എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് 3-4 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ലതുപോലെ ഉപ്പുള്ള മീനാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വച്ചതിന് ശേഷം വാഷ് ചെയ്തെടുക്കണം. ഈ മീനിന് അധികം ഉപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. തലയുള്ള മീനാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ തലയും വാലും മുറിച്ചു കളഞ്ഞതിന് ശേഷം ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉണക്കമീന്റെ തൊലിക്ക് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ബലം പിടിച്ച് മുറിക്കുമ്പോഴേക്കും കയ്യിലൊന്നും മുള്ളു കൊള്ളാതെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. മീൻ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായത് ചെറിയ ഉള്ളിയാണ്. ഒരു 10-15 കഷ്ണം ചെറിയ ഉള്ളികൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾ എടുക്കുന്ന ഉണക്കമീനിന്റെ അളവനുസരിച്ച് ചെറിയ ഉള്ളിയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ചു മാത്രം കുക്കിംഗ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ഉണക്കമീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ദശ കട്ടിയുള്ള ഉണക്കമീനാണ് എടുക്കുന്നതെങ്കിൽ ഉൾഭാഗം നല്ലതുപോലെ ഫ്രൈ ചെയ്ത് കിട്ടാനും ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഫ്രൈ ചെയ്ത മീനിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് കുറവുള്ള മീനാണെങ്കിൽ മാത്രം അല്പം ഉപ്പ് ഇട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം ഒത്തിരി നേരം വഴറ്റരുത്. ഇനി അതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് ഇളക്കിയെടുത്തതിന് ശേഷം സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ പപ്പടം ആഡ് ചെയ്യണം. എണ്ണയിലിട്ട് വറുത്തെടുത്ത 2-3 പപ്പടം കൈകൊണ്ട് ചെറുതായി പൊടിച്ച് ഉണക്കമീനിലിട്ട് ഇളക്കിയെടുക്കാം. വറുത്തെടുത്ത പപ്പടം ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ക്രഞ്ചി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കിട്ടുന്നത്. പപ്പടം ഇട്ടതിന് ശേഷം ഒരു അരമിനിറ്റ് മാത്രം ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് മീൻ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ശരിക്കും ചൂട് ചോറിന്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ നല്ല ക്രിസ്പി ആയിട്ടും ക്രഞ്ചി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണക്കമീൻ ഫ്രൈ തന്നെയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ പിന്നെ ഞാൻ പോയി നല്ലതുപോലെ ചിന്തിച്ച് മറ്റൊരു തോട്ട്സ് ഓഫ് മൈ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.